നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ. നമ്മൾ 3 ലെയറിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. കസ്റ്റാർഡ് ഫലൂദ പുഡിംഗ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കസ്റ്റാർഡിൻ്റെ മിക്സാണ് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ, കട്ട പിടിക്കാതെ ഇതുപോലെ ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ഫലൂദയുടെ ആ ഒരു മിക്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പളവ് 250 ml ആണ് 1 കപ്പ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുകൾ, ഞാനിവിടെ ഫലൂദ മിക്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റോസ് ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഒന്ന് കുറുക്കി തിക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പുഡിങ്ങിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് മാറ്റാം. ഇനി നമ്മൾ ട്രേയിലേക്ക് ആ ഒരു ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയറിൽ നമ്മൾ സൈഡ് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ നനച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാലിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കസ്റ്റാർഡിൻ്റെ ലെയർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫലൂദ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ ലെയർ കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് 4-5 മണിക്കൂർ നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഫലൂദ പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് ടോപ്പിലേക്ക് കൊടുക്കാം, അങ്ങോട്ട് എക്സ്ട്രാ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്